അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രവാസ ജീവിതം 22ാം ഭാഗം ആരംഭിക്കുന്നു. ഞാനും സാബിയും സലീമും ഭാര്യയും കൂടെ അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെത്തി. ഉമ്മുൽ ഖുറൈൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് ഞങ്ങൾ പോയി. അവിടെ എൻ്റെയും സാബിയുടെയും എമിറേറ്റ്സ് ID അവർ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് കൊടുക്കുകയും ഞങ്ങളെ ഉള്ളിലേക്ക് വിളിക്കുകയും ചെയ്തു. അവിടെ ചെന്ന ഉടനെ അവർ പരിശോധിച്ചു. തുമ്പെ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ലങ്സിൽ വെള്ളം നിൽക്കുകയാണ്, അതുകൊണ്ട് തന്നെ അത് കുത്തിയെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ആ പേപ്പറിൽ സൈൻ ചെയ്തതിന് ശേഷം സാബിയെ അവർ കൊണ്ടുപോയി. അങ്ങനെ കുറച്ച് സമയങ്ങളോളം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം സാബിയെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന്. ആൾ പറഞ്ഞു കുഴപ്പമില്ല, ലങ്സിൽ വെള്ളം നിറഞ്ഞതുകൊണ്ട് ഒരുപാട് വെള്ളം എടുത്തു, ഇപ്പോൾ ശ്വസിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നില്ല എന്ന്. എന്തായാലും നല്ല വേദന ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മുഖം കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷേ എന്നെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി തന്നെ വേദന ഒന്നുമില്ലെന്ന് അവൾ പറഞ്ഞു, എന്നോട് സമാധാനിപ്പിച്ചു. അന്ന് ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ എക്സ്റേ എടുക്കാൻ വേണ്ടി വൈകുന്നേരം പോകാമെന്ന് തീരുമാനിച്ചു. എന്നാൽ ഞങ്ങൾ പോയ സമയത്ത് എക്സ്റേയുടെ മെഷീൻ കേടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ദിവസത്തേക്ക് വരാനായി ഞങ്ങളോട് പറഞ്ഞു. സാബിക്കാണെങ്കിൽ കൂടുതൽ സമയം അവിടെ നല്ല ചൂട് സമയമായിരുന്നു, നിൽക്കാനും കഴിഞ്ഞില്ല. അവൾ പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വരാം, ഇപ്പോൾ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോന്നു. പോരുമ്പോൾ ഡോക്ടർ ഒരാഴ്ചത്തേക്കുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആ മരുന്ന് കഴിച്ചതിന് ശേഷം ചെല്ലാനായി പറഞ്ഞു. അതിനിടയിൽ ഒരു മലയാളി നഴ്സിനെ അവർ വിളിച്ചു. കാര്യങ്ങളൊക്കെ എന്നോട് പറയാനായി ഡോക്ടർ പറഞ്ഞു. അങ്ങനെ നഴ്സ് എന്നോടും സാബിയോടും പറഞ്ഞു നിങ്ങൾക്ക് നാട്ടിലേക്ക് പൊക്കൂടെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കാണിച്ചിരുന്ന ഡോക്ടറെ കാണിക്കുകയും ചെയ്യാം. ഇവിടെയാണെങ്കിൽ ഇതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവില്ല. ഈ ഹോസ്പിറ്റലിൽ ചികിത്സ കഴിഞ്ഞാൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതല്ലേ നല്ലത് എന്ന് ഞാനും പറഞ്ഞു. അതായിരിക്കും നല്ലതെന്ന്. അങ്ങനെ ഞാൻ സാബിയോട് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു സാബി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോകാം, അവിടെ കാണിച്ചതല്ലേ, എന്തായാലും നമുക്കവിടെ കാണിക്കാമെന്ന്. അങ്ങനെ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കാണിച്ചിരുന്ന ഡോക്ടറെ ഫോൺ ചെയ്തു പറഞ്ഞു കാര്യങ്ങളെല്ലാം. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങളിവിടെ വന്ന് ഇറങ്ങിയ ശേഷം എപ്പോഴാണ് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ ആംബുലൻസുമായി വരാം, അതനുസരിച്ച് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന്. എന്നാൽ സാബിക്ക് അതൊന്നും വളരെ ഇഷ്ടമായില്ല. കൊറോണ സമയമായിരുന്നു. ആരും എവിടെ ചെന്ന് കഴിഞ്ഞാലും അസുഖങ്ങളും മരണവും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരുപാട് മരണങ്ങളും ആരെയും തൊടാൻ പാടില്ലാതെ തന്നെ കത്തിക്കുന്ന കോലങ്ങളും അതുപോലെ തന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ തൊടാതെ കബറിലേക്ക് വലിച്ചെറിയുന്നതുമായ ഭാഗങ്ങളൊക്കെ ആയിരുന്നു അന്നൊക്കെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സാബി പറഞ്ഞു വേണ്ട, ഹയാത്തുണ്ടെങ്കിൽ മൗത്തുണ്ട്, അള്ളാഹു നിശ്ചയിച്ച സമയം വിട്ട് ഒരിക്കലും അത് നീണ്ടുപോകാനോ അത് ചുരുങ്ങിപ്പോകാനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ, ഇവിടെ വെച്ച് മരിക്കാനാണ് വിധിയെങ്കിൽ ഇവിടെ എന്നെ മറ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു അതെങ്ങനെ, നമ്മുടെ ആളുകളൊക്കെ നാട്ടിലല്ലേ, നമുക്ക് ബറാത്തും മറ്റുള്ള സമയങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കളും നമ്മളെല്ലാവരും ഖബറിലേക്ക് പോകുന്നതല്ലേ, അതുപോലെ നിൻ്റെ ഖബറിലേക്കും വരണ്ടേ ആളുകൾ, നമുക്കവിടെ സിയാറത്ത് ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചു. ആൾ പറഞ്ഞു സിയാറത്ത് മറ്റും എവിടെ വെച്ച് ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. ഖബർ എന്ന് പറയുന്നത് ഒരു അടയാളം മാത്രമാണ്. അതുകൊണ്ട് എവിടെ വെച്ച് മരിച്ചാലും എവിടെ നിന്ന് ദുആ ചെയ്താലും അള്ളാഹു ആണ് സ്വീകരിക്കുന്നവൻ, അവൻ അവിടെയൊക്കെ എത്തിക്കും എന്ന്. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അതേപോലെ തന്നെ ശ്വാസതടസ്സം തുടങ്ങി. അങ്ങനെ അവൾ എന്നോട് പറഞ്ഞു എന്തായാലും നമുക്ക് നാളെ ഡോക്ടറെ അടുത്ത് പോകണം, എനിക്ക് തീരെ വയ്യ എന്ന്. പിറ്റേ ദിവസമാണെങ്കിൽ മുഹറം 1. ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് പോകാം എന്ന്. അവൾ പറഞ്ഞു വേണ്ട ഇൻഷാ അല്ലാഹ് നാളെ പോകാം. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ
ജോലിക്ക് പോയി അവിടെ നിന്നും ഒരു 4 മണിക്ക് അവിടെ നിന്നും പറഞ്ഞു പോന്നു. അങ്ങനെ എന്നോട് സാബി പറഞ്ഞു, എനിക്കെന്തായാലും നല്ല പോലെ എണ്ണയൊക്കെ തേച്ച് കുളിക്കണം, അതേപോലെ തന്നെ നിങ്ങളെന്നെ കുളിപ്പിച്ച് തരണം, എനിക്ക് കൈ ഉയർത്താനോ തല തേക്കാനോ പറ്റുന്നില്ല എന്ന്. അതിനെന്താ ഞാൻ ചെയ്തു തരാമെന്ന് ഞാനും പറഞ്ഞു. എന്നാൽ കിച്ചണിലേക്ക് വരുമ്പോഴും ബാത്റൂമിലേക്ക് വരുമ്പോഴും ഭയങ്കര ചൂടായി അവൾക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ കിച്ചണിൽ ജോലി ചെയ്യാൻ 2 ആഴ്ചത്തോളം ഞാൻ തന്നെയാണ് സഹായിച്ചത്. ഞാൻ പറഞ്ഞു, നീ ഒന്നും തന്നെ ചെയ്യണ്ട, ഞാൻ ചെയ്തു തരാം എന്നൊക്കെ. ചായ ഉണ്ടാക്കാനാണെങ്കിൽ അജ്മോൻ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ചായ അവൻ തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ അജുവിനെ ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലേക്ക് കളിക്കാനായി പറഞ്ഞയച്ചു. വാതിൽ തുറന്നു, പുറത്തെ വാതിൽ അടച്ചു. ബാത്റൂമിലെ വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ആശ്വാസം പോലെ എന്നവൾ പറഞ്ഞു. അങ്ങനെ ബാത്റൂമെല്ലാം തുറന്നിട്ട് ഞാൻ അവളെ കുളിപ്പിച്ചുകൊണ്ടിരുന്നു. കുളിപ്പിക്കുമ്പോൾ ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞു ചിരിച്ചു. പക്ഷേ എനിക്ക് ചിരി വരുന്നില്ല. എങ്കിലും അവളുടെ ചിരിക്ക് കൂട്ടു നിൽക്കണമല്ലോ എന്ന് കരുതി മാത്രം ഞാൻ ചിരിച്ചു. എൻ്റെ മനസ്സിൽ വല്ലാത്ത വേദനയായിരുന്നു. കാരണം ഒന്ന് കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് മാറുമ്പോൾ പോലും നമ്മളെ കയറ്റാറില്ല. അതുപോലെ തന്നെ ഒന്ന് കുട്ടികൾക്ക് മുല കൊടുക്കുന്ന സമയത്ത് പോലും മക്കളെയോ മറ്റുള്ളവരെയോ ആ റൂമിലേക്ക് കടത്താറില്ല. ആ റൂം അടച്ച് പൂട്ടിയതിന് ശേഷമേ കുഞ്ഞുങ്ങൾക്ക് മുല ഊട്ടാറുള്ളൂ. അങ്ങനെയുള്ള ഈ ആളാണല്ലോ റബ്ബേ എന്നെക്കൊണ്ട് കുളിപ്പിക്കുന്നത്. അത്രയ്ക്കും വിഷമമായിട്ടായിരിക്കില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. അവളെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു, ഈ പുതിയ ഡ്രസ്സ് എനിക്ക് ഇട്ട് തന്നാൽ മതി, ഈ പർദ്ദ ഒന്ന് തേച്ച് തരണമെന്ന്. അങ്ങനെ പർദ്ദയും തേച്ച് ഷാളൊക്കെ കിട്ടി. അങ്ങനെ മഫ്തയൊക്കെ കെട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാനായി തയ്യാറായി. സാബിക്ക് ഇഷ്ടപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസിൻ്റെ അത്തർ ഞാനെടുത്തു. അവളുടെ ഡ്രസ്സിലൊക്കെ പുരട്ടി കൊടുത്തു. എൻ്റെ ഡ്രസ്സിലും പുരട്ടി. എൻ്റെ കൈ പിടിച്ച് അവൾ കട്ടിലിലിരുത്തി. കുറച്ചു നേരം ഇവിടെ ഇരിക്കി, എനിക്ക് ചിലത് പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് പറ്റിയതെന്ന്. എന്നോട് പറഞ്ഞു, ഞാൻ പറയുന്നത് നിങ്ങൾ കാര്യമായി സ്വീകരിക്കണം. ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ വേറൊരു വിവാഹം കഴിക്കണം. കാരണം ഒരു പെണ്ണിന് ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ജീവിക്കാൻ കഴിയും. ഒരു ഭർത്താവിന് ഭാര്യ മരണപ്പെട്ടാൽ തനിയെ ജീവിക്കാൻ കഴിയില്ല. കാരണം അവരുടെ മക്കളെ നോക്കണം, ജോലിക്ക് പോകണം, ഭക്ഷണം ഉണ്ടാക്കണം. എല്ലാം കൂടി അസഹനീയമായിരിക്കും ജീവിതം. അതിനിടയിൽ നിങ്ങളുടെ വിഷമങ്ങളും സന്തോഷങ്ങളും പങ്കിടാൻ ഒരു പെണ്ണ് തന്നെ വേണം. ഞാൻ പറഞ്ഞു, നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ മരിച്ചതിന് ശേഷമേ നീ മരിക്കൂ. അതുവരെ നിന്നെ അള്ളാഹു കാത്തുരക്ഷിക്കും. നിനക്കൊന്നുമില്ല, ഇതൊക്കെ നാളേക്ക് മാറും, ഈ ഒരു വിഷമം വിചാരിക്കേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ അവൾക്ക് നല്ല ഈമാൻ ഉറപ്പുണ്ടായിരുന്നു അവളുടെ ജീവിതം അവസാനിക്കുകയാണെന്ന്. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ കരുതിയിട്ടുമില്ല. എന്തായാലും അള്ളാഹുവിൻ്റെ കൽപ്പനയല്ലേ. ഞാൻ പറഞ്ഞു, നീ അക്കാര്യത്തിലൊന്നും വിഷമിക്കേണ്ട, അക്കാര്യം ചിന്തിക്കുകയും വേണ്ട. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ അത് അന്ന് ചിന്തിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് യാത്രയായി. പക്ഷേ ഒരിക്കലും ഞാൻ അറിഞ്ഞിരുന്നില്ല ഈ റൂം വിട്ട് ഞങ്ങൾ അവസാനമായിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഈ റൂമിലേക്ക് ഇനി തിരിച്ചു വരില്ല എന്ന് ഞാൻ ഓർത്തില്ല. 2020 മുഹറം മാസത്തിൽ, ഇതേ മാസത്തിൽ തന്നെ എൻ്റെ സാബി ഹോസ്പിറ്റലിലായിരുന്നു. ഈ മുഹറം മാസം എനിക്ക് വേദനയുടെ കണ്ണീർ കുടിപ്പിച്ച ഒരു മാസമായിട്ട് ഇപ്പോഴും തോന്നും. മുഹറം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഞെട്ടലാണ് ഇപ്പോഴും. എന്തായാലും ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രവാസ ജീവിതം 23-ാം ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.